ഉത്തർപ്രദേശ് കത്തിക്കാൻ കലാപകാരികൾ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ 4 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. ഇപ്പോൾ നമുക്കറിയാം, സംഭാലിൽ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയും ഒരു മദ്രസയും യോഗി ആദിത്യനാഥ് സർക്കാർ പൊളിച്ചിരുന്നു. ഇതേ തുടർന്ന് യോഗി ആദിത്യനാഥ് സർക്കാർ ആ ഗ്രാമത്തിൽ തന്നെ ഒരു സൈനിക ക്യാമ്പാക്കിയാണ് ഈ നീക്കം നടത്തിയത്. സംഭാലിൽ നടന്ന അതിക്രമങ്ങളെല്ലാം തന്നെ 1978 ഫയലുകളിലൂടെ പുറത്തു വന്നതാണ്. യോഗി ആദിത്യനാഥ് അത് പുറത്തെടുത്തു. അവിടെ നിന്നും ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഭൂമി തിരിച്ചു കൊടുത്തു. സർക്കാർ ഇത് നിയമസഭയിൽ പോലും ഉന്നയിച്ച കാര്യങ്ങൾ. ഇതിനുശേഷം ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങുകയും അത് ഉത്തർപ്രദേശിലെ സകല ജില്ലകളിലേക്കും കത്തിപ്പടരുന്ന കാഴ്ചയും കണ്ടു. തുടക്കത്തിൽ ഈ ഒരു ക്യാമ്പയിൻ അടിച്ചമർത്തിയെങ്കിലും ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ട് ചില മതമൗലികവാദികൾ അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ മേൽ എഴുതി വിടുന്നതാണെന്ന് കണ്ട് അതിനെ അടിച്ചമർത്തിയെങ്കിലും പിന്നീട് ഇതൊരു കാട്ടുതീയായി പടരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോഴിതാ രാജ്യമെമ്പാടും ദസറ ആഘോഷങ്ങൾ അതിഗംഭീരമായി നടക്കുമ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ ബറേലിയിലെ 4 ജില്ലകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മൊബൈൽ ഇൻ്റർനെറ്റ്, ബ്രോഡ്ബാൻഡ്, ബൾക്ക് SMS സേവനങ്ങൾ അടുത്ത 4 മണിക്കൂറിലേക്ക് നിരോധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ബറേലിയിലെ ഒരു പള്ളിക്ക് പുറത്ത് 2000-ലധികം ആൾക്കാർ തടിച്ചുകൂടി. കല്ലെറിയലിലും ലാത്തി ചാർജിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു കലാപം ഉണ്ടാകാൻ വളരെ ചെറിയൊരു സമയം മതി. ആ സമയം ഇനി അനുവദിക്കില്ല. കാരണം അത് ഉണ്ടാകുന്നു തന്നെ ഇതിനെ മുളയിലെ നുള്ളുക എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മെസ്സേജിംഗ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് കിംവദന്തികൾ പ്രചരിപ്പിക്കാനും വർഗീയ കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കാനും സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ സമാധാനവും ക്രമസമാധാനവും നിലനിർത്താൻ പോലീസിനെ വിന്യസിക്കുകയും ഇന്റർനെറ്റ് നിരോധനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.